ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി അനുവദിക്കുന്ന ഭരണഘടനയിലെ 370 അനുച്ഛേദം റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് നിയമവിദഗ്ധർ. പ്രത്യേക പദവി എടുത്തുകളഞ്ഞ നടപടി നിയമയുദ്ധത്തിലേക്ക് നീങ്ങിയേക്കുമെന്ന സൂചനയാണ് നിയമരംഗത്തുള്ളവർ നൽകുന്നത്. രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ് സർക്കാർ 370 അനുച്ഛേദം റദ്ദാക്കിയത്. ഈ അനുച്ഛേദത്തിന്റെ 3-ാം വകുപ്പിൽ ഇത്തരത്തിൽ നടപടിയെടുക്കുന്നതിന് രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നുണ്ട്. എന്നാൽ കാശ്മീർ ഭരണഘടനാ അസംബ്ലിയുടെ ശുപാർശ അനുസരിച്ചാണ് 370 അനുച്ഛേദം റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകപ്പെടുന്നത് എന്നാണ് 3-ാം വകുപ്പിൽ പറയുന്നത്. ഇത്തരത്തിലൊരു ശുപാർശ ഉണ്ടോ എന്നാണ് നിയമവിദഗ്ധർ ഉന്നയിക്കുന്ന ചോദ്യം. കാശ്മീരിൽ നിലവിൽ സർക്കാർ ഇല്ല, നിയമസഭ മരവിപ്പിച്ച നിലയിലാണ്. ഇതിന്റെ തലവൻ എന്ന നിലയിൽ ഗവർണറാണ് സംസ്ഥാനത്ത് ഭരണം നടത്തുന്നത്. ഗവർണറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 370 അനുച്ഛേദം റദ്ദാക്കുന്നത് എന്നാണ് പ്രസിഡൻഷ്യൽ ഓർഡറിൽ പറയുന്നത്. ഗവർണറുടെ ശുപാർശ കാശ്മീരി ജനതയുടെ ശുപാർശയായി കണക്കാക്കിയാണ് കേന്ദ്ര നടപടി. കാശ്മീരിൽ നിയമസഭയുടെ ശുപാർശയില്ലാതെ സ്വീകരിച്ച കേന്ദ്ര നടപടി നിയമപരമായി നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് നിയമവൃത്തങ്ങളിൽ ഉയരുന്നത്. കേന്ദ്രം നിയമിച്ച ഗവർണറെ കാശ്മീരി ജനതയുടെ ഹിതമറിയുന്ന പ്രതിനിധിയായി കണക്കാക്കുമോ എന്നാവും അവർ ചോദിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഗവർണർ ഇപ്പോൾ കാശ്മീരിൽ നിർവഹിക്കുന്നത് എന്ന് പ്രസിഡൻഷ്യൽ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗവർണറുടെ ശുപാർശ അനുസരിച്ചാണ് 370 വകുപ്പ് റദ്ദാക്കുന്നതെന്നും ഉത്തരവിൽ വിശദീകരിക്കുന്നു. കാശ്മീർ നിയമസഭയുടെ ഭരണഘടനാ അസംബ്ലി എന്ന പദവി നിയമസഭയാക്കി മാറ്റിയെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഉത്തരവ് പ്രകാരം ഇനി ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും കാശ്മീരിന് ബാധകമായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.